ഞാനൊരു വെട്ട് കേക്ക് ഉണ്ടാക്കുകയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മൈദ മാവ് 1/2 കിലോ, മുട്ട 5 എണ്ണം, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, നല്ല മയത്തിന് പൊടിച്ച ഇത്രയും സാധനം. പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് മാവിലോട്ട് ഇട്ട് ഇനി മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലൊഴിക്കണം. ഇനി മുട്ട പൊട്ടിച്ച് നല്ല ഒരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ഇളക്കി ചേർക്കണം. അത് ഈ മാവിലോട്ട് ഒഴിക്കണം. അല്പം പോലും വെള്ളം തൊടരുത്. നമ്മുടെ കൈ കൊണ്ട് ഇതിനെ കുഴച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചേക്കണം. വെള്ളത്തിൻ്റെ നനവേ വരരുത്. ഇങ്ങനെ നല്ലവണ്ണം കുഴച്ച് പ്രസ് ചെയ്ത്, അതായത് മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച് മാവിൽ കുഴച്ച് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് പൊരിച്ച് തുടങ്ങണം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മൾ കുഴച്ച് വെച്ച മാവ് 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ചെറിയ കത്തി വെച്ച് കട്ട് ചെയ്യണം. മൈദ മാവ് പരുവം ആയപ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരണം. വെട്ട് കേക്കെന്ന് പറഞ്ഞെങ്കിൽ നല്ല വെട്ടായില്ല. അത് നമ്മുടെ നല്ല ഇടിയും മഴയൊക്കെ അങ്ങനെ എത്തി താമസിച്ചു പോയി വീഡിയോ പിടിക്കാൻ. അങ്ങനെ വെട്ട് കേക്ക് റെഡിയായി. പിന്നെ വെട്ട് നല്ലതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ നല്ല ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഫോൺ ചാർജ് കുറവാണ്. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് പിന്നെ അഭിപ്രായം പറയണം. കുറ്റങ്ങളും കുറവുകളൊക്കെ വരും, കുഴപ്പമില്ല. എനിക്ക് കുറ്റം പറയുന്നത് ഇഷ്ടമാണ്. എങ്കിലേ ഞാൻ ഇത്തിക്കൂടെ നന്നാവുള്ളൂ. കുറ്റം കേൾക്കുമ്പോൾ എനിക്ക് ഇത്തിക്കൂടെ പ്രോത്സാഹനം ഉണ്ടാവുകയാണ് ചെയ്യണത്. മുട്ടയും മൈദയും പഞ്ചസാരയും ഏലക്കായും കൂടെ ഇട്ട് കുഴച്ച് വെച്ച് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചപ്പാത്തി പലക വെച്ച് പരത്തിയിട്ട് അത് കട്ട് ചെയ്ത് ചെരിച്ച് കട്ട് ചെയ്തെടുത്ത് എണ്ണയിൽ വറുത്ത് കോരണം. എണ്ണ കുറച്ച് മതി. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പറ്റുന്നവരെല്ലാം ചെയ്ത് നോക്കണം. കൊച്ചുമക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഞാൻ ഒരുമിച്ച് കാണിക്കില്ല, നല്ല മഴയൊക്കെ ആയതുകൊണ്ടാണ് ഒരുമിച്ച് കാണിക്കാതെ കുറച്ചെടുത്ത് കാണിച്ചത്.